നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ ഫ്രൈ ആണ്. അത് നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കണതാണ്. അത് ഞാൻ മുറിച്ചെടുക്കുക ഫ്രൈ ഉണ്ടാക്കാൻ. കനം കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കുക. എത്രത്തോളം കനം കുറക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചെടുക്കുക. മസാല കൂട്ടണത് കടലമാവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നല്ല കട്ടിയിൽ കയ്യിലിങ്ങനെ കോരി എടുത്താൽ കിട്ടണ പരുവത്തിൽ നമ്മളത് മിക്സ് ചെയ്തിടും. കോളിഫ്ലവർ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നു, ഉപ്പ് ഇടണം, കോഴിമുട്ട വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. ചിലവർ കോഴിമുട്ട കഴിക്കില്ല. അപ്പോൾ ഇത് കൂട്ടി കടലമാവും കൂട്ടിയിട്ട് അതിൽ രണ്ടും മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് മുരിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ കുഴച്ച് നല്ല ഇതിൽ മുളക് ഉപ്പൊക്കെ പിടിക്കണം. ഈ അളിതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരുമ്പി വെക്കണത്. ഈ ഒരു ഭാഗത്ത് മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പോൾ നല്ലോണം തിരുമ്പി അത് പാകമാക്കിയിട്ട് വെക്കാം. നന്നായി മിക്സ്. ഈ കോളിഫ്ലവറിന് വേണ്ട കടലമാവ് നമ്മൾ എടുക്കണം. അളവ് നമ്മളുടെ കയ്യ നൽകുക. ഇത്രയ്ക്ക് കടലമാവ് അത് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇത് നോക്കിയിട്ട് ഒഴിക്കണം. വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിച്ചിത് മിക്സാക്കുക. എന്നിട്ട് പോരെങ്കിൽ നമ്മൾ രണ്ടാമത് ഒഴിച്ചും കഴിഞ്ഞിട്ട് നേരത്തെ കൂട്ടി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇടണം. കോളിഫ്ലവറിൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ അത് കുഴപ്പം. മസാല നല്ലോണം പറഞ്ഞിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ തിളക്കുമ്പോൾ ഇത് അതിലിട്ട് മുരിച്ച് കോരി എടുത്തിട്ട് കഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കോളിഫ്ലവർ ഇങ്ങനെ ഇടുക. ഇത് മൊരിഞ്ഞെന്നറിയാൻ ഈ കോളിഫ്ലവർ ഇങ്ങനെ തട്ടിയ ശബ്ദം കേട്ടാൽ അറിയാം നമുക്കത് ആയിട്ടുള്ളതാണ്. ഇതേപോലെ ശബ്ദം കേൾക്കും.
ഇപ്പം ചേർത്തിരിക്കുന്ന നാടൻ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയല്ല. കാശ്മീരി ചില്ലിയാണെങ്കിൽ അത് ഇത്തിരി കൂടി ഒരു ചോറുള്ള കളർ കിട്ടും. ഇതിപ്പം നമ്മളുടെ വീട്ടിലുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്.